വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നതിന്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ്? വാഹനങ്ങളിലെ കൂളിംഗ് ഫിലിമുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ റീസെൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് പ്രകാരം പല ആളുകളും വിചാരിക്കുന്നത് എല്ലാ കൂളിംഗ് ഫിലിമും ഒട്ടിക്കാം എന്നുള്ളൊരു വിചാരം പല ആളുകൾക്കുണ്ട്. അങ്ങനെയല്ല, സേഫ്റ്റി ഗ്ലേസിംഗ് നമുക്ക് ഒട്ടിക്കാം. ഈ സേഫ്റ്റി ഗ്ലേസിംഗ് നമുക്ക് ഒട്ടിക്കുകയെങ്കിൽ പോലും അത് IS സ്റ്റാൻഡേർഡ് 2553 ആണെന്ന് തോന്നുന്നു. IS സ്റ്റാൻഡേർഡ് 2553 പ്രകാരമുള്ളതും അതേപോലെ മുമ്പിലത്തെയും ബാക്കിലത്തെയും വിൻഡോയിലേക്ക് 70% ലൈറ്റ് പാസ് ഓൺ ചെയ്യുന്ന രീതിയിലും സൈഡ് വിൻഡോസിലേക്ക് 50% ലൈറ്റ് പാസ് ഓൺ ചെയ്യുന്ന രീതിയിലുള്ള സേഫ്റ്റി ഗ്ലേസിംഗ് നമുക്ക് ഉപയോഗിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. ഈ പറയുന്ന സ്റ്റാൻഡേർഡും ഈ പറയുന്ന രീതിയിൽ ലൈറ്റ് വരുന്നതുമായിരിക്കണം. അല്ലെങ്കിൽ അത് പ്രശ്നമാണ്. വേറെ എന്തെങ്കിലും കൂളിംഗ് ഫിലിം ഒട്ടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, അത് ഫൈൻ ആവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം. സോ ഈ സ്റ്റാൻഡേർഡുള്ള സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഫൈൻ വരും. അപ്പോൾ എത്രയാണ് അതിന്റെ ഫൈനൊക്കെ വരുന്നത്? ഡിപ്പെൻസ്. അത് എനിക്ക് ആക്ച്വലി അതിനെപ്പറ്റി വലിയ നോളജ് ഇല്ല. പക്ഷെ എന്നാൽ പോലും നല്ല ഫൈൻ എമൗണ്ട് വരാറുണ്ട്. അത് എടുത്തു കളയേണ്ട അവസ്ഥ വരാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ചെക്ക് ചെയ്യാനുള്ള ഈ മീറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പോവുകയാണെങ്കിൽ അത് ഫൈൻ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സോ ഇത് കൃത്യമായ രീതിയിൽ ചോദിച്ചറിയണം. അവരുടെ അടുത്താണോ നിങ്ങൾ വാങ്ങിക്കുന്നത്, ഈ സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഈ പറഞ്ഞത് ലൈറ്റ് പാസ് ഓൺ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. ഫുൾ കൂളിംഗ് ഫിലിം ഒട്ടിച്ച് 100% 90% ഒക്കെ ആക്കി കഴിഞ്ഞാൽ അത് ഫൈനാണ്, അത് ബുദ്ധിമുട്ടാവും, ഇതൊക്കെ എടുത്ത് കളയേണ്ട ഒരു അവസ്ഥ വരും. സോ ഇത് കൃത്യമായ ഇതിൽ പാലിക്കണം. അൺഫോർച്ചുനേറ്റ്ലി അത് ആരിലേക്ക് എത്തുന്നില്ല. ആളുകൾ വിചാരിക്കുന്ന എന്ത് കൂളിംഗ് ഫിലിം വേണേൽ ഒട്ടിക്കുക എന്നുള്ള കാര്യമാണ്. സോ ഈ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം. കൂളിംഗ് ഫിലിം ഒട്ടിക്കാനേ പാടില്ല എന്നൊരു ഉണ്ടായിരുന്നു. അത് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് പ്രകാരമാണെന്ന് തോന്നുന്നു. അതിനുശേഷം അത് ഒട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. സുപ്രീം കോടതിയോ ഹൈക്കോടതി എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷേ എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരം ഇതിൽ ഒട്ടിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അതൊരു ആശ്വാസം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത് ഈ ചൂടത്തും കാര്യങ്ങളിലൊക്കെ കാർ ഹീറ്റാവുന്ന ഇഷ്യൂസും അതേപോലെ നമ്മൾ ഈ സ്കിൻ ഡിസീസ് ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്.